Hi dear students, today's our topic is primary cooperative consumer stores. Primary consumer cooperative stores are the bottom level organization in the consumer cooperative organizational structure. Consumer cooperative organization structure എന്ന് പറയുന്നത് 4-tier structure ആയിരുന്നു. അതിൻ്റെ ഏറ്റവും ബേസ് ലെവൽ പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർസും ഡിസ്ട്രിക്ട് ലെവൽ ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർസും ദെൻ സ്റ്റേറ്റ് ലെവൽ കൺസ്യൂമർ ഫെഡ് ദെൻ നാഷണൽ ലെവൽ NCCF. ഇത്രയായിരുന്നു കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 4-tier സ്ട്രക്ചറാണ്. പ്രൈമറി ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ ആൻഡ് നാഷണൽ ലെവൽ. അതിൻ്റെ ഏറ്റവും ബേസ് ലെവലിൽ വരുന്ന ഓർഗനൈസേഷനാണ് പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ. ഓക്കെ, പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർസ് ആർ ദ ബോട്ടം ലെവൽ ഓർ ബേസ് ലെവൽ ഓർഗനൈസേഷൻ ഇൻ ദ കൺസ്യൂമർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. There is no uniformity in the pattern of organization of consumer cooperative stores in India. ഇന്ത്യയിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു യൂണിഫോം പാറ്റേണിലല്ല നിലനിൽക്കുന്നത്. പല സ്റ്റേറ്റിനകത്തും പല രീതിയിലാണ് അതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്, ഓർഗനൈസേഷണൽ പാറ്റേൺ എന്ന് പറയുന്നത്. ദർ ഈസ് നോ യൂണിഫോമിറ്റി ഇൻ ദ പാറ്റേൺ ഓഫ് ഓർഗനൈസേഷൻ. ചില സംസ്ഥാനങ്ങളിൽ അത് യൂണിറ്ററി പാറ്റേൺ ആയിരിക്കും, മറ്റു സംസ്ഥാനങ്ങൾ ഫെഡറൽ പാറ്റേൺ ആയിരിക്കും, അതല്ലെങ്കിൽ ചിലയിടത്ത് അത് മിക്സഡ് പാറ്റേൺ ആയിരിക്കും. അപ്പം യൂണിറ്ററി, ഫെഡറൽ ആൻഡ് മിക്സഡ് ആർ ദ 3 പാറ്റേൺ ഫോളോവ്ഡ് ഇൻ ദ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റോർസ് ഇൻ ദ കൺട്രി. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ യൂണിറ്ററി പാറ്റേണിലും ഫെഡറൽ പാറ്റേണിലും മിക്സഡ് പാറ്റേണും ഫോളോ ചെയ്യുന്നുണ്ട് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർസ്. ഇൻ കേരള വി ഹാവ് അഡോപ്റ്റഡ് ദ മിക്സഡ് ടൈപ്പ്. നമ്മളിവിടെ യൂണിറ്ററി പാറ്റേണിൻ്റെയും ഫെഡറൽ പാറ്റേണിൻ്റെയും ഒരു മിക്സഡ് പാറ്റേണാണ് നമ്മൾ ചെയ്യുന്നത്, കേരളത്തിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യക്കകത്ത് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് തന്നെ 3 പാറ്റേൺ ആണുള്ളത്. യൂണിറ്ററി പാറ്റേൺ ഉണ്ട്, ഫെഡറൽ പാറ്റേൺ ഉണ്ട്, മിക്സഡ് പാറ്റേൺ ഉണ്ട്. ഇൻ കേരള വി ഹാവ് അഡോപ്റ്റഡ് ദ മിക്സഡ് ടൈപ്പ് എന്നാണ്. ഓക്കെ, അറ്റ് പ്രസൻറ്റ് ദർ ആർ 333 പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർസ് ഇൻ കേരള. കേരളത്തിൽ നിലവിൽ 333 പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർസിനെ കുറിച്ച് ഇത്ര തന്നെ പറയുന്നുള്ളൂ. അപ്പോൾ പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ലെവൽ ഓർഗനൈസേഷനാണ്. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ സ്ട്രക്ചർ 4-tier സ്ട്രക്ചറാണ്. അതിനകത്ത് ഏറ്റവും ബേസ് ലെവൽ വരുന്നതാണ് പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർസ് എന്നുള്ളത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് സെക്കൻഡ് അതിൻ്റെ ഹെഡിൽ പറയുന്നത് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർസ് ആണ്. അത് കഴിഞ്ഞിട്ട് കൺസ്യൂമർ ഫെഡിനെ കുറിച്ച് നമുക്ക് പറയണം. അത് കഴിഞ്ഞതിന് ശേഷം NCCF നാഷണൽ ലെവൽ ഓർഗനൈസേഷനെ കുറിച്ചും പറയണം. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിനെ കുറിച്ച് പറയാം. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സെക്കൻഡ് ലെവലാണ്. ബേസ് ലെവൽ എന്ന് പറയുന്നത് പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ. ദെൻ ദ സെക്കൻഡ് ലെവലാണ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ ആണ്. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ. ദ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ ഹാവ് സെറ്റ് അപ്പ് അണ്ടർ ദ സെൻട്രലി സ്പോൺസേഡ് സ്കീം. ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്, ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർസ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ദർ ആർ 3 പാറ്റേൺ ഓഫ് ഹോൾസെയിൽ സ്റ്റോർസ് ഇൻ ഇന്ത്യ. പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറഞ്ഞതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർസിനും നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ഒരു യൂണിറ്ററി പാറ്റേൺ ഇല്ല, ഒരു യൂണിഫോമിറ്റി ഇല്ല. ഇവിടെ പല രീതിയിലാണ്, മെയിനായിട്ട് 3 പാറ്റേൺസ് ഫോളോ ചെയ്തുകൊണ്ടാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർസ് ഇന്ത്യയിലുള്ളത്. അത് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിൻ്റെ കേസിലും യൂണിറ്ററി പാറ്റേൺ ഉണ്ട്, ഫെഡറൽ പാറ്റേൺ ഉണ്ട്, അതുപോലെ തന്നെ മിക്സഡ് പാറ്റേണുമുണ്ട്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് ഹാവ് ഫോളോവ്ഡ് ദ ഫെഡറൽ പാറ്റേൺ. എന്നാൽ മിക്കവാറും സംസ്ഥാനങ്ങളൊക്കെ ഇതിനകത്തുള്ള ഫെഡറൽ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മിക്സഡ് പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർസ് ഹാവ് സെറ്റപ്പ് അണ്ടർ
ദ സെൻട്രലി സ്പോൺസേഡ് സ്കീം. സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് എന്നുള്ള രീതിയിലാണ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർസ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. എന്താ ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമൽ കേസിൽ നമ്മളൊരു ഫെഡറൽ സിസ്റ്റം ആകുമ്പോൾ അതിനകത്ത് എന്താണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളൊരു പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് സംസ്ഥാന ഗവൺമെൻറ് 50% കോൺട്രിബ്യൂട്ട് ചെയ്യും, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് 50% കോൺട്രിബ്യൂട്ട് ചെയ്യും. അതല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് 25% കോൺട്രിബ്യൂട്ട് ചെയ്യും, സെൻട്രൽ ഗവൺമെൻറ് 75% കോൺട്രിബ്യൂട്ട് ചെയ്യും. ആ ഒരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ അതിനേക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ആ രീതിയിൽ വരുന്നതിനെയാണ് സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു സെൻട്രലി സ്പോൺസേഡ് ആയിട്ടുള്ള സ്കീം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പം മിക്കവാറും സ്റ്റേറ്റിലെല്ലാം തന്നെ എന്താണ് ഫെഡറൽ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത് എന്നും പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിനെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്, നോക്കാം. സെക്കൻഡ് പോയിൻ്റ് അതിനകത്ത് പറയുന്നത് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആണ്. നോർമലി ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈസ് കവേർഡ് ഓൺലി ഇൻ എ റവന്യൂ ഡിസ്ട്രിക്റ്റ്. ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറാണ്. അപ്പം പർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും ഇതിൻ്റെ പ്രവർത്തനം. ഓക്കെ, യൂഷ്വലി എ റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ് ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ. നെക്സ്റ്റ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിൻ്റെ ഒബ്ജക്റ്റാണ്. 4 ഒബ്ജക്റ്റാണ് ഇതിനകത്ത് പറയുന്നത്, നോക്കുക. ഫസ്റ്റ് വൺ, ടു അറേഞ്ച് ഫോർ ദ പർച്ചേസ് ഓഫ് കൺസ്യൂമേഴ്സ് ഗുഡ്സ് ആൻഡ് ദെയർ സെയിൽസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ദ പബ്ലിക് അറ്റ് റീസണബിൾ പ്രൈസ്. ഒന്നാമത്തെ ഒബ്ജക്റ്റ് പറയുന്നത് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിൻ്റെ കേസിൽ കൺസ്യൂമേഴ്സ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്ത ഗുഡ്സ് എന്ത് ചെയ്യണം, സെയിൽസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് പബ്ലിക്, അത് പബ്ലിക്കിനും അതിലെ മെമ്പേഴ്സായിട്ടുള്ള ആളുകൾക്കും വിൽപ്പന നടത്തുക അറ്റ് റീസണബിൾ പ്രൈസ്. റീസണബിൾ ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള അവർക്ക് അവരുടെ ഇൻകത്തിന് അനുയോജ്യമായിട്ട് വരുന്ന രീതിയിൽ റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസിന് എന്ത് ചെയ്യണം, കൺസ്യൂമേഴ്സിന് അതല്ലെങ്കിൽ പബ്ലിക്കിന് അത് വിൽപ്പന നടത്തുകയും ചെയ്യണം. അതിനുവേണ്ടി കൺസ്യൂമർ സ്റ്റോർസ്, സൂപ്പർ മാർക്കറ്റുകളിലെ ആ രീതിയിലുള്ള സൂപ്പർ മാർക്കറ്റുകളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിൻ്റെ കീഴിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. നോക്കുക. സോ ടു അറേഞ്ച് ഫോർ ദ പർച്ചേസ് ഓഫ് കൺസ്യൂമേഴ്സ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, ആൻഡ് സെയിൽസ് ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് പബ്ലിക്, അത് മെമ്പേഴ്സിനും പബ്ലിക്കിനും വിൽപ്പന നടത്തുന്നു അറ്റ് റീസണബിൾ പ്രൈസ്. സെക്കൻഡ്, ടു സെറ്റപ്പ് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ഗുഡ്സിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിൻ്റെ കീഴിൽ എന്ത് ചെയ്യുക, കൺസ്യൂമേഴ്സിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചറിങ് യൂണിറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. തേർഡ്, ടു ഡെവലപ്പ് അസിസ്റ്റ് ആൻഡ് കോർഡിനേറ്റ് ദ വർക്കിംഗ് ഓഫ് അഫിലിയേറ്റഡ് സൊസൈറ്റീസ്. ഒരു ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ എന്ന് പറയുന്നത് സെക്കൻഡ് ലെവലിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിൻ്റെ താഴെ വരുന്നതാണ് പ്രൈമറി ഹോൾസെയിൽ സ്റ്റോർസ്. അപ്പോൾ പ്രൈമറി ലെവലിലുള്ള എല്ലാ കൺസ്യൂമർ സ്റ്റോർസും എന്തായിരിക്കും, ഡിസ്ട്രിക്ട് ലെവൽ ഹോൾസെയിൽ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സ്റ്റോർസിൽ അഫിലിയേറ്റഡ് ആയിരിക്കും. അപ്പം ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിൻ്റെ താഴെ വരുന്ന പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, അവരെ അസിസ്റ്റ് ചെയ്യുക, അവരുടെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരളത്തിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ 333 പ്രൈമറി ലെവൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർസ് ഉണ്ടായിരുന്നുവെന്ന്. ആ 333 പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെല്ലാം ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിൽ മെമ്പേഴ്സായിരിക്കും. അപ്പോൾ ഒരു ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിൻ്റെ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അവരുടെ കീഴിലുള്ള ഈ 333 പ്രൈമറി ലെവൽ സൊസൈറ്റീസിൻ്റെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നു, അസിസ്റ്റ് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടു ഓപ്പൺ ബ്രാഞ്ചസ് എന്നാണ്, അവിടെ ഒരു സ്പേസ് കൊടുക്കണം. ടു ഓപ്പൺ ബ്രാഞ്ചസ് ഓഫ് റീറ്റെയിൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതിന് ഒരു മിനിറ്റ്.